ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിന് നല്ല ഗുണവും നല്ല സ്വാദുമുള്ള ഒരു ലഡ്ഡു കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് 1 കപ്പ് കടലമാവ് എടുക്കാം. അതിലേക്ക് സ്വല്പം ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ടീസ്പൂൺ എണ്ണ. ഇത്രയും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്വല്പം എണ്ണ തൊട്ട് ഇത് ഒരു ചെറിയ ചെറിയ കുഞ്ഞുരുളകളായിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. എണ്ണ തൊടുന്നത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ തൊടുന്നത്. ഇതുപോലെ നമുക്കിതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതെല്ലാം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയില, ഇത്രയും കൂടി ഇട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ സ്വല്പം ചൂടാകുമ്പോൾ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്വല്പം എണ്ണ ഒഴിച്ചാൽ അത് 2 സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ആ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ ഉണക്കമല്ലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉണങ്ങിയ തേങ്ങ, ചിരകിയ ഉണങ്ങിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയും ആ ഉണക്കമല്ലിയും ഉള്ളി എല്ലാം കൂടെ നല്ലതുപോലെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ട് കോരിയെടുക്കാം. നമുക്കത് കോരിയെടുത്തിട്ട് ആ പാനിൽ തന്നെ സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടിരുന്ന ലഡ്ഡു അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വറുത്ത് പോരാം. അത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ തേങ്ങയും ഉള്ളിയും ഉണക്കമല്ലിയും കൂടി ഇട്ട് വറുത്ത അത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. വറുത്ത് കോരിയ ആ എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ സ്വല്പം കുരുമുളക്, മുഴുവനെയുള്ള കുരുമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ മല്ലിയില, മുളക്, അങ്ങനെ ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങയും ഉള്ളിയും മുഴുവൻ മല്ലി എല്ലാം കൂടെ വറുത്തരച്ച ആ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് സ്വല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് എണ്ണ തെളിയണം. നല്ലതുപോലെ തിളച്ച എണ്ണ കഴിയുന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 മുറി നാരങ്ങ അത് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി ഇട്ട് നമ്മൾ ആ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ കടലമാവിൻ്റെ അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറുണ്ണാനും ചപ്പാത്തി, പൂരി, പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാനും നല്ലതാണ്. ഇത് നമുക്ക് തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.